ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ വി ഡി സതീശനെയും കെ സുധാകരനെയും തമ്മിൽ ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ വി ഡി സതീശൻ പുതിയ കാലത്തെ നേതാക്കളുമായൊക്കെ ഒത്തുപോകുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും അതെ, രാഹുൽ മാങ്കൂട്ടത്തിലായാലും അതെ, അവർക്കായിട്ട് ഒത്തുപോകുന്ന ഒരു രീതി വി ഡി സതീശനുണ്ട്. അപ്പുറത്ത് കെ സുധാകരൻ പലപ്പോഴും മൗനം അവലംബിക്കുകയാണ്. ഇനി അഥവാ മിണ്ടുകയാണെങ്കിൽ തന്നെ അത് കുഴപ്പമാവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന വാർത്ത എന്താണ്? അത് കൂടോത്ര വിഷയമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ നേതാക്കളെ താരതമ്യം ചെയ്യുമ്പോൾ താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? ഈ ഭിന്നത എന്ന് പറയുന്നത് വി ഡി സതീശൻ ഇപ്പോൾ കൂടോത്ര വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ ഈ നാട്ടുകാരനല്ല എന്നാണ് പറഞ്ഞത്. പരസ്യമായൊരു പ്രതികരണത്തിൽ ഇപ്പോൾ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ തുറന്ന് പ്രതികരണങ്ങളാകാം, തുറന്ന് വിമർശനമാകാം എന്നുള്ളൊരു വേദിയിൽ നന്നായി തന്നെ തുറന്നടിക്കുകയും ചെയ്തിരിക്കുന്നു. സ്മൃതി, ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായി, 8:30 നിങ്ങളുടെ കോർഡിനേറ്ററോട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു 4 പേർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആനുപാതികമായിട്ട് സമയം കിട്ടും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ്. ഉറപ്പായിട്ടും കിട്ടും. അതെ, ഓക്കെ. അപ്പോ ഈ കൂടോത്ര വിഷയത്തിലേക്ക് വന്നാൽ, ആദ്യം ഞാൻ ഈ കൂടോത്ര വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നത് നിങ്ങളുടെ, അതായത് റിപ്പോർട്ടർ ചാനലിലാണ്. അത് ന്യൂസ് 18 ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഞാനിത് കേൾക്കുന്നത് നിങ്ങളുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറയുന്ന, നിങ്ങൾ കൂടിയിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ബാലകൃഷ്ണൻ പെരിയ എന്ന കോൺഗ്രസ് ഈ അടുത്ത് പുറത്താക്കിയ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് വിശദീകരണം ഒന്നും ചോദിക്കാതെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു കളഞ്ഞ ബാലകൃഷ്ണൻ പെരിയയാണ് ഈ കൂടോത്രത്തെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുശേഷമാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മൊബൈൽ വിഷ്വൽസ് അടക്കം ന്യൂസ് 18 കേരള ചാനൽ പുറത്തുവിടുന്നത്. അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെവിടുന്ന് ആർക്ക് കിട്ടിയെന്നൊക്കെയുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഈ കൂടോത്ര വിഷയം അതിനുശേഷം സുധാകരൻ്റെ മുൻ സ്റ്റാഫ് അംഗവും ഇപ്പോഴുള്ള ചില സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ അന്ന് ചാനലുകൾക്ക് പ്രതികരണം കൊടുത്തിരുന്നു. എന്നിട്ട് അവരത് അതിനെ വി ഡി സതീശൻ്റെ തലയിലേക്ക് വെക്കാനുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. കാരണം അവർ തമ്മിലിപ്പോൾ ഭിന്നതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഇവിടെ നേരത്തെ ആരോ പറഞ്ഞതുപോലെ. അതുകൊണ്ട് സതീശൻ്റെ തലയിലേക്ക് വെക്കാമെന്നോ അല്ലെങ്കിൽ മറ്റാരുടെ തലയിലേക്കൊക്കെ വെക്കാമെന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. പക്ഷേ അത് എന്തായാലും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ആ വിവാദത്തിൽ കോൺഗ്രസിന് ഉണ്ടായ ഒരു മാനഹാനി അതിപ്പോഴും മാറിയിട്ടില്ല. കാരണം ഈ കൂടോത്രവും ഇത് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്നും ഇതിൻ്റെ എല്ലാം ഏതെങ്കിലും അറ്റത്ത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് എന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നു. ഏതോ ഒരു ആചാര്യനുണ്ട്, അയാൾ ആണ് ഇത് എല്ലാ സ്ഥലത്തും പോകുന്നത്, ഒരേ ആളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും സതീശൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ, അതെ, അപ്പോൾ സതീശൻ അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം കൃത്യമാണ്. അത് അദ്ദേഹത്തിന് അവിടെ പോയി ഇനിയിപ്പോൾ അദ്ദേഹം കുഴിച്ചിട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോ കുഴിച്ചിട്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു കാര്യമായിരിക്കാം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും അവർ തമ്മിലിപ്പോൾ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിനാണെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന് കുറ്റമല്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ പറഞ്ഞതുപോലെ 18 സീറ്റ് വിജയിപ്പിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുക? കണ്ണൂർ, ഈ CPM-ന്റെ തട്ടകമായ കണ്ണൂർ MP ജയരാജനൊക്കെ ജയിക്കുമെന്ന് നിങ്ങളും മനോരമ അടക്കമുള്ള ചാനലുകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വലിയൊരു ഒരു വലിയ വിജയമാണ് നേടിയത്. അത് കട്ടയ്ക്കുള്ള ഒരു മത്സരം പോലും ആയിരുന്നില്ല ഇവിടെ ഈ മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായതുപോലെ, ആറ്റിങ്ങലൊക്കെ ഉണ്ടായതുപോലെ. അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ മാറി നിൽക്കാൻ പറയാനുള്ള ഒരു വിഷമമുണ്ട്. എന്തായാലും അദ്ദേഹം അധികം കാലം 2026 വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് അവിടെ വരാത്തതിനെ കുറിച്ചൊക്കെയുള്ള പരാതികളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിന് KPCC ഓഫീസിലെ നട കയറി പോകാൻ കഴിഞ്ഞ തവണ ഞാനവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നട കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി
എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ചർച്ചകൾ പലരും ഈ കൂടോത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. അത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് വിശ്വാസവും, ദൈവവിശ്വാസം പോലും അശാസ്ത്രീയമാണ്. അപ്പോൾ പിന്നെ കൂടോത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും കോൺഗ്രസിന് വലിയ നാണക്കേടായി ഇപ്പോൾ ഈ കൂടോത്ര വിഷയം. അത് കാര്യമായിട്ട് ഇനിയിപ്പോൾ ഇനി ആ ഒരു വിഷയത്തിലേക്ക് ഇവരെല്ലാം കടക്കാതിരിക്കുകയായിരിക്കും എല്ലാവർക്കും നല്ലത്. അതിപ്പോൾ കെ സുധാകരനാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും ഇനിയിപ്പോൾ ആ ചർച്ച ഇല്ലാതാക്കുക തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടെ മനോരമയിൽ ഇന്ന് വന്ന വാർത്ത, അത് രാവിലെ തന്നെ കണ്ടപ്പോൾ ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിലെ ചില നേതാക്കളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഷാനിമോളോട് ഇപ്പോൾ ഫ്ലോറിൽ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടാണ് വരുന്നത്. പ്രതാപൻ പിന്നെ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. പക്ഷേ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടെ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് വിരുദ്ധരായിട്ട് അവരുടെയൊക്കെ ഗ്രൂപ്പിൽപ്പെടാത്ത ആൾക്കാരുൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും മനോരമയുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരും ആ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതായത് ഈ വാർത്ത എങ്ങനെ വന്നു എന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷാനിമോൾ അത് പിതൃശൂന്യമായ വാർത്തയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയുള്ള ഒരു അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ബോധ്യമാകുന്നത്. നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുന്നോട്ട് അതെ, മുരളീധരനും ആ കാര്യത്തിൽ അങ്ങനെയാണ് മുരളീധരനും ബോധ്യപ്പെട്ടത് എന്നാണ് മുരളീധരന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരും നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, അധികകാലം ടി.യു. രാധാകൃഷ്ണനെ വെച്ചുകൊണ്ട് അവിടെ KPCC ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ സുധാകരന് കഴിയില്ല. അവിടെ A.K. ആന്റണിയും ചെറിയാൻ ഫിലിപ്പും M.M. ഹസനും ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പൊക്കെ അവിടെ മുഴുവൻ സമയവുമുണ്ട്. പക്ഷെ അവരെ വെച്ചുകൊണ്ടൊന്നും മാത്രം ഒരു KPCC അധ്യക്ഷൻ ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന ഒരാളായിട്ട് അവിടെ അങ്ങനെ തുടരാൻ കഴിയില്ല. ഒരു കുറച്ചുകൂടി പ്രവർത്തിക്കുന്ന, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ശരിക്കുമുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു KPCC അധ്യക്ഷൻ കോൺഗ്രസിന് അധികം വൈകാതെ വരേണ്ടി വരും, പുതിയൊരാൾ വരേണ്ടി വരും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.